കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? വീട്ടിലെ സമാധാനം ആകെ തകിടം മറിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വില്ലൻ മറ്റൊന്നുമല്ല, മൊബൈൽ ഉപയോഗം തന്നെയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപയോഗിക്കുന്നതിനേക്കാൾ അപകടം തന്നെയാണെന്നാണ്. കുട്ടികളെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം? കുട്ടികളെ ശാസിക്കേണ്ടത് എങ്ങനെയാണ്? കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും. കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സമപ്രായക്കാരോടുള്ള ഇടപെടൽ, ഇതിനെയെല്ലാം താളം തെറ്റിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഉപയോഗം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കൈവശ മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ വണ്ടർ കിഡ് പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും കുട്ടിയുടെ മറ്റ് വാസനകളെയും കഴിവുകളെയും മുളയിലെ നുള്ളുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്ര വിദഗ്ധരാണ് ഇത് അഭിപ്രായപ്പെടുന്നത്. പല കാര്യങ്ങളും കണ്ടുമറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്നത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ചതി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ മൊബൈൽ ഫോൺ നൽകാത്തതിനും ഉപയോഗം നിയന്ത്രിച്ചതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള കേരളത്തിലാണ്. കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ സെന്ററിൽ എത്തുന്നത് നിരവധി കേസുകളാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളും സൃഷ്ടിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് എത്തും. ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും. ഒരു ദിവസത്തിൽ 12 മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർദ്ധിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 15-17 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും ഡിഡാസ് സെന്ററുകളിൽ എത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകൾ കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുൻപ് മൊബൈൽ ഉപയോഗിക്കുന്നത് അടിമകളാകുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണ്. പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത്. പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്ക് ചെന്നപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു. ഇതിന് പണം കിട്ടാതെ വരുന്നതോടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് സാധാരണയായി മാറുകയാണ്. പഠനത്തിൽ താല്പര്യമില്ലാതാവുക, വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിംഗിലൂടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് മുക്തരാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കും ബോധവൽക്കരണം നൽകുകയാണ് ഡിഡാസ് സെന്ററുകൾ ചെയ്യുന്നത്. സെന്ററിലെത്തുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും. പരിഹാര മാർഗങ്ങളിൽ ചിലത് പറയാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാതിരിക്കുക. കുട്ടികളുടെ മുന്നിൽ മണിക്കൂറോളം രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാവണം. കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമാവണം. ഗെയിം പോലുള്ള വിനോദങ്ങൾ കർശനമായി നിരോധിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകരുത്. കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെ ആനിമേഷൻ വീഡിയോസ് കാണിക്കുന്നതാണ് ഉചിതം.